നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വീണ് കിട്ടുകില്ലേ? അത് കൊണ്ടുപോവാമേ, കൊണ്ടുപോവാ. മനസ്സിൽ ചിതയെ വെച്ച് കത്തിച്ചോളാം ഞാൻ. അതിനൊപ്പം എരിഞ്ഞടങ്ങി രാഘവൻ നായരും. ആ ചിതയുടെ ചൂടാറിയിട്ടെ നീ കയറി പുറത്താ മതി ഈ കൊട്ടാരത്തില്. ആ പടി ചവിട്ടരുത് നീ. രാഘവൻ നായരാ പറയുന്നേ. മിണ്ടരുത്. ഓ വിടടി. അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്റെ കുഞ്ഞു വിടടി. അവനെ കൊണ്ട് വന്നിട്ട് നീ പടി ചവിട്ടിയാ മതി. ഉത്തരം പറഭാമേ. രാഘവേട്ട, ഈ സമയത്ത് രാഘവേട്ട എന്നെ കുറ്റപ്പെടുത്തരുത്. പിന്നെ എന്ത് വേണം ഭാമ? ഞാൻ നിന്നെ പല്ലക്കെടുത്തകത്തേക്ക് ആനയിക്കണം. ഈ വീട്ടിൽ സമാധാനമായിട്ട് അവനെ നീയല്ലേ വിളിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയത്? എന്തിനാ? മനസ്സാൻ കൊടുക്കാനാ? അതെ, നീയും ശിവൻകുട്ടിയും കൂടെ തീരുമാനിച്ചേ വിഷ്ണുവിന്റെ കല്യാണം നടത്താനാണെങ്കിൽ പിന്നെ ഞാനവന്റെ ആരടി? ജനിപ്പിച്ച അച്ഛൻ തന്നെയല്ലേ? ഇതെന്ത് പറയണം? എന്ത് പറയണമെന്ന്? ഭാമേ, നിന്റെ ഈ എടുത്തിയാട്ടം അതൊന്നുകൊണ്ട് മാത്രമാ എല്ലാ ദുരന്തത്തിനും കാരണം. കല്യാണം കഴിച്ചുകൊണ്ടത് പെണ്ണിനൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ നീ അവനെ അനുവദിച്ചിട്ടില്ല. സ്വൈരം കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു അവർക്ക് രണ്ടുപേർക്കും. ശാലിനെ തിരിച്ചു വിളിച്ചതും ഈ വീടിന്റെ റാണിയായി വാഴിച്ചതും നീയാ. പിന്നീട് അവളെ പുറംകാല കൊണ്ട് ചവിട്ടി പുറത്താക്കിയതും നീ തന്നെ. നിനക്കിതെല്ലാം ഒരു വിനോദം അല്ലേ ഭാമേ? അല്ല, വിനോദം മാത്രമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിനക്ക് അവരെ പിരിക്കാൻ കഴിഞ്ഞത് എന്നേക്കുമായി. അതിനിടെ അവളുടെ ഒരു ആത്മഹത്യാ ഭീഷണി, ഹൃദയാഘാതം. അതെ, സത്യത്തിൽ നിനക്കൊരു ഹൃദയം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഉണ്ടോ? സംശയമുണ്ട് എനിക്ക്. നിനക്കെല്ലാത്തിനും കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഭാമേ. എല്ലാം നിന്റെ പരിധിക്ക് നിർത്താൻ നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ചുറ്റുമുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ. നീ ആഗ്രഹിക്കുന്ന പോലെ അവരൊക്കെ പെരുമാറണം, ചിന്തിക്കണം, സ്വപ്നം കാണണം. എന്തിനാ നീ ആഗ്രഹിക്കുമ്പോ മാത്രമേ അവർ സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ ഒപ്പം ഉറങ്ങാൻ പോലും പാടുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? പറയുന്നതല്ല ഭാമേ, നീ പറയിപ്പിക്കുന്നതാ. നീ എന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം മക്കളോടൊക്കെ നീ എന്താ ചെയ്തതെന്ന്. പ്രീതിയെ സമാധാനത്തോടെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വർഷം എത്രയാ അവർക്ക് അകന്നു കഴിയേണ്ടി വന്നത്? ഒടുവിൽ ഗർഭമുണ്ടായപ്പോ പോലും അവൾക്ക് പെറ്റമ്മയിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നു. കഷ്ടം. പിന്നെ നിന്റെ മകൻ വിഷ്ണുവിന് താലി കെട്ടിയ പെണ്ണിനൊപ്പം ഒരു ദിവസം സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവരുടെ ആദ്യ രാത്രിക്ക് പോലും വിലങ്ങുതുടിയായില്ലേ നീ? അതും എത്ര തവണ? കഷ്ടം തന്നെ. ഒടുവിലേ നിന്നെ പേടിച്ച ആ സാധു, നിന്റെ മകന്റെ ഭാര്യ ശാലിനി ഈ നാട്ടിൽ നിന്നും ഓടിപ്പോയി. 6 വർഷമാ, 6 വർഷത്തോളം ജീവിതം. 6 വർഷവും നിന്റെ മകൻ ഇവിടെ അവളെ കാത്തിരുന്നു.
ശാലിനി തിരിച്ചു വന്നതേ കളക്ടറായിട്ട് ജില്ല ഭരിക്കാൻ വേണ്ടി അല്ല ഭാമേ, നമ്മുടെ മകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. എന്നിട്ടും നീ സമ്മതിച്ചു? ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ കഴിയില്ല ഭാമ്യ ഒരാൾക്കും. നിന്റെ മകൻ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ പോലും അതിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. രാഘവേട്ടൻ അവനത് ചെയ്യും ഭാമേ. മകന്റെ ഉള്ളറിയാവുന്ന ഒരു അച്ഛനായി പറയുന്നത്. ഭാമേ, പോയി കൊണ്ടുപോയതിന്റെ മോനെ. റെയിൽവേ ട്രാക്കിലോ കുളത്തിലോ കായലിലോ എവിടാന്ന് വെച്ചാ കൊണ്ടുപോവാ. ഭാമേ, നന്നായി ഓർക്കുന്നുണ്ട്. 10-37 വർഷം മുമ്പേ ഒരു ലേബർ റൂമിന് മുമ്പില് കാത്തുനിന്റെ കൈകളിലേക്ക് കുഞ്ഞിക്കണ്ണുകൾ ചിമ്മിക്കൊണ്ടിരുന്ന റോമനക്കുട്ടനെ വച്ചെന്നതേ. അവൻ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വീണ് കിട്ടെങ്കിലേ അത് കൊണ്ടുപോവാമേ, കൊണ്ടുപോവാ. മനസ്സിൽ ചിതയെ വെച്ച് കത്തിച്ചോളാം ഞാൻ. അതിനൊപ്പം എരിഞ്ഞടങ്ങും ഈ രാഘവൻ നായരും. ആ ചിതയുടെ ചൂടാറിയിട്ടെ നീ കയറി പുറത്താ മതി ഈ കൊട്ടാരത്തില്. നീയും നിന്നെ അനുസരിക്കുന്ന ഭൂതഗണങ്ങളും പിന്നിവിടെ എന്ത് വേണമെങ്കിലും അയക്കോ. രാഘവൻ നായരില്ല ഭാമേ, ഈ രാഘവൻ നായരില്ല. ഇറങ്ങ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.